സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MD എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇന്നലെ അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരുപാട് പഴയ കഥകൾ, ഒരുപാട് പഴയ നാറിയ കഥകൾ എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു കഥകളൊക്കെ കേട്ടപ്പോഴേ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയായ പ്രമീള ടീച്ചറിനോട് ഒരുപാട് ബഹുമാനം തോന്നി. കാരണം ആ സ്ത്രീ ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. അതായത് ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ അവർക്ക് കിട്ടിയ അംഗീകാരങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഈ പ്രമീള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രയും അംഗീകാരം കിട്ടുന്നത്. അതുവരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം മനസ്സിൽ എന്താണ് പ്രമീള ടീച്ചർ? MDയെ ഉപേക്ഷിച്ചു പോയ ഒരു സ്ത്രീ, അതായത് ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയി, അതിലൊരു മകളുമുണ്ട് എന്ന് മാത്രമാണ് നമ്മളെല്ലാവരും കേട്ടത്. അല്ലാതെ ഇതിൻ്റെ ഉള്ളിലുള്ള കഥകളോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയുമായിരുന്നില്ല. 11 വയസ്സുള്ള സിത്താര എന്ന് പറയുന്ന മകളെ, പ്രമീള ടീച്ചറിൻ്റെയും അതുപോലെ MDയുടെയും മകളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന സരസ്വതി എന്ന് പറയുന്ന കലാമണ്ഡലം സരസ്വതി എന്ന് പറയുന്ന സ്ത്രീ, അവരാണ് MDയെ കറക്കിയെടുത്തത്. അല്ലെങ്കിൽ MD അവരെ മോഹിക്കുകയായിരുന്നു, ഇല്ലെങ്കിൽ MDക്ക് അവരെയായിരുന്നു ഇഷ്ടം എന്നുള്ള തരത്തിലാണ്. അതായത് ഈ സ്ത്രീയുടെ 11 വർഷത്തെ ദാമ്പത്യ ജീവിതം അവിടെ അവസാനിച്ചു. അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികപരമായിട്ട് തകർന്ന ടീച്ചർ ഇപ്പോഴും അവരുടെ വിദ്യാർത്ഥികളായിരുന്ന ചിലരുടെ കമൻറ്റ് ഞാൻ കണ്ടു. പലപ്പോഴും ടീച്ചർ കരഞ്ഞുകൊണ്ട്, എവിടെയോ ഓർത്ത് കരഞ്ഞുകൊണ്ടാണ് നിൽക്കാറ് എന്നാണ് അവരൊക്കെ പറയുന്നത്. അത്രത്തോളം ദുഃഖത്തിലായിരുന്നു. പിന്നീട് ഈ സ്ത്രീയുമായിട്ട് ബന്ധമൊക്കെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നപ്പോഴും പിന്നെ പ്രമീള എന്ന് പറയുന്ന ടീച്ചർ കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കുന്നു. അങ്ങനെ ഡിവോഴ്സിൻ്റെ ആ ഒരു വക്കിലെത്തുമ്പോഴും ഈ പ്രമീള ടീച്ചർ പറയുകയാണ്, ഞാനെല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ് നമ്മുടെ മകൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോഴും MD പറഞ്ഞത് അത് എനിക്ക് വേണ്ട എന്ന് തന്നെയാണ്. അതായത് എനിക്ക് ഡിവോഴ്സ് മതി എന്നുള്ളതാണ് MD പറഞ്ഞത്. അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ ആ ബന്ധം അവിടെ നിൽക്കുകയായിരുന്നു. പിന്നീട് ആ മകളുടെ ജീവിതത്തെ വരെ അത് ബാധിച്ചു എന്നുള്ളതാണ്. അതായത് മകൾ പിന്നീട് തീർത്തും ഒറ്റപ്പെട്ടു പോയി. 11 വയസ്സ് മുതൽ അതുവരെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു സ്നേഹത്തിൽ വളർന്ന ആ ഒരു മകളെ പിന്നീടെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം വളരെ ദുരിതപൂർണമായി, എന്നും ദുഃഖിതയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനാണെങ്കിൽ തിരിഞ്ഞു നോക്കാറില്ല. അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ച് മറ്റൊരു സുഖത്തിലേക്ക് പോയപ്പോഴും അവിടെ ഒറ്റപ്പെട്ടത് ഈ മകളാണ്. പിന്നീട് മകൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അമേരിക്കയിൽ പോകുന്നു. അമേരിക്കയിൽ പിന്നെ അമ്മയും കൊണ്ടുപോയതിന് ശേഷമാണ് അമ്മ ഒന്ന് റിക്കവർ ആയത് എന്നാണ് പിന്നീട് ഈ മകൾ പറഞ്ഞത്. അതുവരെ ഈ ടീച്ചർ ഭയങ്കരമായിട്ടുള്ള ദുഃഖത്തിൽ തന്നെയായിരുന്നു ആ ഒരു വർഷങ്ങളോളം. ഇവിടെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ സരസ്വതി കലാമണ്ഡലം എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിച്ച MD അവരുമായിട്ട് നല്ല സന്തോഷകരമായ ജീവിതം. പിന്നീട് സിത്താരയുടെ അനുജത്തിയായിട്ട് അശ്വതി എന്ന് പറയുന്ന ഒരു മകൾ കൂടി പറക്കുന്നു. പിന്നെ ഇപ്പോഴും അശ്വതി എന്ന് പറയുന്ന ആ ഒരു മകളെ അച്ഛനെക്കുറിച്ച് വാതൂരാതെ സംസാരിക്കുന്നുണ്ട്. അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടില്ലെങ്കിൽ മമ്മൂട്ടി എന്നെ തെറി പറയും എന്നുള്ള തരത്തിലൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ ആരെ ആലോചിച്ച് നോക്കണം, ഇവിടെ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് ഒരു മകൾ വളരുമ്പോഴേ മറ്റൊരു മകളെ ഒരു സൗകര്യവുമില്ലാതെ ഒരു അന്ധകാരത്തിലാണ് വളർന്നത് എന്നുള്ളതാണ്. ആ ഒരു പിന്നെ സ്ത്രീയുടെ ജീവിതം ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വലിയ ആളായി. ആ ഒരു സ്ത്രീയുടെ ജീവിതം ചെറുപ്പകാലത്തിലെ ദുരിതപൂർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമഘട്ടം തന്നെയായിരുന്നു. എന്തൊക്കെയായാലും ഈ മനുഷ്യൻ ഇന്നലെ അന്തരിച്ചതോടു കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വന്നത്. അതുമാത്രവുമല്ല, ആദ്യത്തെ ഭാര്യയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് MD ഒരു സിനിമ വരെ ചെയ്തു എന്നാണ് പറയുന്നത്. MD സിനിമ ചെയ്തപ്പോഴേ ഭയങ്കര പ്രമീള ടീച്ചർ തന്നെയാണ്, അവർ കാരണമാണ് ഈ ബന്ധം ഇങ്ങനെ ആയത്, അവരാണ് MDയുടെ ജീവിതം നശിപ്പിച്ചത് എന്നുള്ള തരത്തിൽ എഴുതി വെക്കാൻ MD മറന്നിട്ടില്ല. അതായത് അവരെ എത്രത്തോളം നാണം കെടുത്തണം, സമൂഹത്തിൻ്റെ മുന്നിൽ പോലും അവരെ കുറ്റക്കാരിയാക്കണം, അവരാണ് പിന്നെ എന്നെ അവർ കാരണമാണ് ഞാനിങ്ങനെ ആയത് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാൻ MD എന്ന് പറയുന്ന മനുഷ്യൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നീട് ടീച്ചർ ഒരുപാട് കഥകൾ എഴുതുമായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MDയുടെ ആദ്യകാലത്തുള്ള കൃതികളും കാര്യങ്ങളൊക്കെ ഈ ടീച്ചർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദ്യാഭ്യാസമുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഉയർന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MD വാസുദേവൻ നായരെക്കാട്ടിയും 3 വയസ്സ് മൂത്തതാണ് എന്ന് വരെ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ MD വാസുദേവൻ നായർ ആദ്യകാലത്ത് എഴുതുന്ന ഈ ലേഖനങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യുന്നത് ഈ ടീച്ചറായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ഇയാൾ എഴുതിയതൊക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയായാലും അതൊക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നീട് MD വാസുദേവൻ്റെ ആ ഒരു ജീവിതത്തെ പറ്റിയിട്ട് ഒരു സിനിമ നിർമ്മിക്കണം എന്ന് കരുതിയിട്ട് ഇവർ പല ആൾക്കാരെയും സമീപിച്ചു. പക്ഷേ MDയെ പറ്റിയിട്ട് പറയാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. MDയെ പറ്റി പറയുന്ന സിനിമയിൽ ആർക്കും അഭിനയിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല, അത് നിർമ്മിക്കാൻ ധൈര്യമില്ല. കാരണം MD എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, അയാളെ എന്തെങ്കിലും പറഞ്ഞു
പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്രായത്തിൽ അദ്ദേഹം ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. പിന്നെ നല്ല രീതിയിൽ കുടിയുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക എഴുത്തുകാർക്കുണ്ടാകുന്ന സകല വൈകൃതങ്ങളുമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഈ എഴുത്തുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണെന്നാണ് എല്ലാവരെയും വിചാരം. അതുകൊണ്ട് തന്നെയല്ലേ പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള എന്നൊക്കെ പറയുന്ന ആ എഴുത്തുകാരനൊക്കെ എന്തൊക്കെ വൃത്തികേടുകളാണ് അദ്ദേഹമൊക്കെ ഓരോ ഇതിലും പറയുന്നത്, ഓരോ സാഹചര്യത്തിലും പറയുന്ന ചില വൃത്തികേടുകൾ, സമൂഹത്തിന് നിരക്കാത്ത വൃത്തികേടുകൾ. പിന്നെ എന്ന് പറഞ്ഞാൽ കമല സുരയ്യ എന്ന് പറയുന്ന മാധവിക്കുട്ടിയുടെ കഥകൾ ഞാൻ അധികം പറയുന്നില്ല. എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ സമ്മാനിച്ച ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ വ്യക്തി ജീവിതം നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടപൂജ്യം, അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ മഹാന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയായിരിക്കാം. പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടപൂജ്യം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവർക്കൊക്കെ ഇങ്ങനെ ജീവിക്കാൻ ഇവരൊക്കെ എഴുതുന്നത് കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. അതായത് ഇവർക്ക് ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഇവരെയൊക്കെ എല്ലാവരും എന്താ പറയുക ചോദ്യം ചെയ്യാതെ വിട്ടിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ MD വാസുദേവൻ നായരെ ആദ്യമൊന്നും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും പറയാനോ ഒന്നും ഒരാളും ഉണ്ടായിരുന്നില്ല. വാസുദേവൻ നായർക്ക് അത്രത്തോളം പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കാണുന്ന ചില കാര്യങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എന്ന് പറഞ്ഞാൽ ഈ നിർമാല്യം മുതലുള്ള ഇങ്ങോട്ടുള്ള സിനിമകൾ നോക്കിയാൽ ഈ ദേവിയെ, അതായത് ഇപ്പോഴും കാണുന്ന നമ്മുടെ ഈ ഹിന്ദുത്വവാദികളെയെല്ലാം അടിച്ച് ആക്ഷേപിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വാല് ഇദ്ദേഹം മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ പഴയ വാലുണ്ട്, നായർ എന്ന് പറയുന്ന ഒരു വാല്, ആ വാല് ഇദ്ദേഹം അവിടെ തന്നെ വെച്ചു. ഇത്രയും പ്രശസ്തിയിലെത്തിയിട്ടും ആ വാല് അദ്ദേഹം മാറ്റാൻ തീരുമാനിച്ചില്ല. ഏതായാലും ഞാൻ ഈ ഒരു വാക്ക് ഇത് ഉപയോഗിക്കുന്നത് ബാക്കി ഒരു കാര്യങ്ങളും നമുക്ക് ഒരു കുഴപ്പവുമില്ല, എങ്ങനെ നടന്നോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഈ പ്രമീള ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു ടീച്ചർക്ക് ഇപ്പോഴാണ് ശരിക്കും നീതി കിട്ടിയത്. അവർ മരിക്കാൻ കിടക്കുമ്പോഴും ഒരു ദിവസമെങ്കിലും എന്നെ ഒന്ന് വന്ന് കാണുമോ എന്ന് ചോദിച്ച് കാല് പിടിച്ചിട്ടുണ്ട്. അവസാനം അവരെ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും പലരും പറഞ്ഞു ഒന്ന് പോയി കണ്ടൂടെ എന്ന്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിലെ ആ വെറുപ്പുണ്ടല്ലോ, ആ വെറുപ്പ് അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. അത്രത്തോളം എന്താ പറയുക ഒരു സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ച് അവർക്ക് ആരുമില്ലാതെയായി അവരുടെ ആ ഒരു ജീവിതം മുഴുവൻ എന്ന് പറഞ്ഞാൽ പിന്നീട് മകൾ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ നശിപ്പിച്ചു വെച്ച ഈ മനുഷ്യന് പിന്നീടും അവരോട് പക എന്നാണ് പറയുന്നത്. ഏതായാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭർത്താവുള്ള ഒരു ഭാര്യയുള്ള ഒരു മനുഷ്യനെ ആരും തട്ടിയെടുക്കാതിരിക്കുക. ഇവിടെ തട്ടിയെടുപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. കാരണം ഈ കലാമണ്ഡലം അവരെ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് പ്രണയത്തിലായി എന്നുള്ളത് തന്നെയാണ് ആ ഒരു പ്രായത്തിൽ. അത്രയേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. അപ്പോൾ കൂടുതൽ അങ്ങ് ഇതാക്കുമ്പോൾ ഈ പ്രമീള ടീച്ചറെ ആരും മറന്നു പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ടീച്ചറെ മറന്നുപോയി കഴിഞ്ഞാൽ ഒരിക്കലും മലയാളം തന്നെ പൊറുക്കത്തില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളിപ്പോഴും ഇദ്ദേഹത്തെ ഇങ്ങനെ വാഴ്ത്തി പാടുമ്പോഴും ഇതിൻ്റെ ഇടയിൽ കഷ്ടത അനുഭവിച്ച അവരാണ്, ആ ഒരു സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ അവിടെ വേദനത്തിൽ നിന്ന് അനുഭവിച്ചത് എന്നുള്ളതാണ്. അവരുടെ ആ വേദനയൊന്നും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇവരനുഭവിക്കുന്ന വേദനയുണ്ട്, ഈ സരസ്വതി എന്ന് പറയുന്ന അവരെ അനുഭവിക്കുന്ന അതൊന്നും ഒരു ഇതേ അല്ല. ഇവരാണ് യഥാർത്ഥ ഭാര്യ ശരിക്കും, ഈ പ്രമീള എന്ന് പറയുന്ന സ്ത്രീ തന്നെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.